പാർട്ട് 2A നമുക്ക് 4 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. ആ 4 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. എല്ലാ ക്വസ്റ്റ്യനും 3 മാർക്ക് വീതമായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വന്ന ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ബിൽറ്റപ്പ് ഏരിയ ആൻഡ് ഫ്ലോർ ഏരിയ റേഷ്യോ. ഓക്കെ, ബിൽറ്റപ്പ് ഏരിയ, ആ ബിൽറ്റപ്പ് ഏരിയ എന്നുള്ള ആ ബിൽറ്റപ്പിൽ തന്നെയാണ് ഒരു ഡെഫിനിഷൻ. എന്താണ് ബിൽറ്റപ്പ് ഏരിയ? ഇറ്റ് ഈസ് ദ ടോട്ടൽ ബിൽഡിംഗ് ഏരിയ ഇൻ പ്ലോട്ട് ഏരിയ ഈസ് റെഫേർഡ് ആസ് ബിൽറ്റപ്പ് ഏരിയ. നമുക്കൊരു പ്ലോട്ട് ഉണ്ട്, അതിൽ എത്ര ഏരിയയിൽ ബിൽഡിംഗ് വരുന്നു അതാണ് ബിൽറ്റപ്പ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം, കുറച്ച് ഏരിയ എക്സ്ക്ലൂഡ് ചെയ്യാം. എന്തൊക്കെ ഏരിയ എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്? എക്സ്ക്ലൂഡിങ് എം ഡി സ്പേസസ് അറൌണ്ട് ദ ബിൽഡിംഗ്. ഓക്കെ, ടോട്ടൽ ഏരിയയിൽ നിന്ന് ഇഫ് യു exclude the space around the building or empty space around the building is called built-up area. അല്ലെങ്കിൽ built-up ഏരിയയ്ക്ക് നമുക്ക് plinth area എന്നൊരു പേര് പറയും. ഓക്കെ, അപ്പോൾ built-up ഏരിയ കാണണമെങ്കിൽ എങ്ങനെയാണ് built-up ഏരിയ നമ്മൾ കാണുന്നത്? കാർപ്പറ്റ് ഏരിയ, അതായത് ടോട്ടൽ വോക്കബിൾ ഏരിയ, കാർപ്പറ്റ് ഏരിയയുടെ കൂടെ നമുക്ക് തിക്നെസ് ഓഫ് ഓൾ വോൾസ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ബാൽക്കണി സ്പേസിൻ്റെ ഏരിയയും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് built-up ഏരിയ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ടൈമാണ് ഫ്ലോർ ഏരിയ റേഷ്യോ. ഓക്കെ, പേര് പറയുന്ന പോലെ തന്നെ അതൊരു റേഷ്യോ ആണ്. ഓക്കെ, ഇറ്റ് ഈസ് എ മെഷർ യൂസ്ഡ് ഇൻ അർബൻ പ്ലാനിങ്. ഓക്കെ, ഇതൊരു അർബൻ പ്ലാനിങ്ങിൽ യൂസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നത്? ഡെൻസിറ്റി ഓഫ് ബിൽഡിംഗ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒരു ഗിവൺ പ്ലോട്ട് ഓഫ് ലാൻഡിൽ ബിൽഡിങ് എത്ര ഡെൻസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എത്ര ഏരിയ ഓക്യുപ്പൈ ചെയ്യുന്നു, അല്ലെങ്കിൽ എത്ര ഒരു റേഷ്യോയിലുണ്ട് എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിൽറ്റപ്പ് ഏരിയ ഫ്ലോർ ഏരിയ റേഷ്യോ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടോട്ടൽ യൂസബിൾ ഫ്ലോർ ഏരിയ, അതായത് നമുക്ക് യൂസബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ടോട്ടൽ ബിൽറ്റപ്പ് ഏരിയ അല്ലെങ്കിൽ ടോട്ടൽ ഫ്ലോർ ഏരിയനെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ടോട്ടൽ ഏരിയ ഓഫ് പ്ലോട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഫ്ലോർ ഏരിയ റേഷ്യോ കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ലോഡ് ബിയറിംഗ് ആൻഡ് നോൺ ലോഡ് ബിയറിംഗ് സ്ട്രക്ചേഴ്സ്. അത് 3 മാർക്കിനാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ലോഡ് ബിയറിംഗ് സ്ട്രക്ചേഴ്സ് എന്തായിരുന്നു? ഇറ്റ് സപ്പോർട്ട്സ് ദ ലോഡ് ഫ്രം ദ ബിൽഡിംഗ്, അല്ലേ? ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ നിന്ന് വരുന്നിട്ട് അല്ലെ ബിൽഡിങ്ങിൻ്റെ ലോഡിനെ സപ്പോർട്ട് ചെയ്യുന്ന അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മെമ്പേഴ്സാണ് ലോഡ് ബിയറിംഗ് സ്ട്രക്ചറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോഡ് ബിയറിംഗ് സ്ട്രക്ചറിൽ വരുന്ന വെയിറ്റ് എന്തൊക്കെയായിരിക്കും? വെയിറ്റ് ഫ്രം ഫ്ലോർ വരാം, വോളിൻ്റെ വെയിറ്റ് അല്ലെങ്കിൽ റൂഫിൻ്റെ വെയിറ്റ്, ഇതൊക്കെ ആയിരിക്കും ലോഡ് ബിയറിംഗ് സ്ട്രക്ചറുകൾ എടുക്കുക. എന്നിട്ട് അതിനെ എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഫൗണ്ടേഷനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് ഇതിനൊരു ക്രൂഷ്യൽ റോൾ ഉള്ളത്, അല്ലേ? ഇപ്പോൾ ടോട്ടൽ ബിൽഡിങ്ങിൻ്റെ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓവറോൾ സ്റ്റെബിലിറ്റിയിൽ ഇവൻ്റെ റോൾ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രെങ്തിലും ഇവൻ്റെ റോൾ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ലോഡ് ബിയറിംഗ് വോൾസ് അതിൻ്റെ എക്സാമ്പിളാണ്, കോളംസ് എക്സാമ്പിളാണ്, ബീംസ് എക്സാമ്പിളാണ്. ഇതൊക്കെ ലോഡ് ബിയറിംഗ് സ്ട്രക്ചറുകളുടെ എക്സാമ്പിളാണ്. ഓക്കെ, ഇനി ഈ ലോഡ് ബിയറിംഗ് സ്ട്രക്ചറുകളെ ഉണ്ടാക്കിയേക്കുന്ന ഏതൊക്കെ മെറ്റീരിയൽ കൊണ്ടാണ്? കോൺക്രീറ്റ്, ബ്രിക്ക്, സ്റ്റോണ്, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ലോഡ് ബിയറിംഗ് സ്ട്രക്ചറുകളെ നിർമ്മിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഡയമെൻഷൻ നോക്കുകയാണെങ്കിൽ യൂഷ്വലി അത് തിക്കർ ആയിരിക്കും. എന്തുകൊണ്ടാണ്? ഇറ്റ് നീഡ് ടു സപ്പോർട്ട് എ സിഗ്നിഫിക്കൻറ്റ് ലോഡ്, റൈറ്റ്? സോ അവന് ഇത്രയും ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ലോഡിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ അവൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് കുറച്ച് തിക്കായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് നോൺ ലോഡ് ബിയറിംഗ് സ്ട്രക്ചർ. അപ്പോൾ ഈ നോൺ ലോഡ് ബിയറിംഗ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താ? അത് സ്ട്രക്ചറൽ ലോഡിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഡു നോട്ട് സപ്പോർട്ട് സ്ട്രക്ചറൽ ലോഡ്. ഓക്കെ, സ്ട്രക്ചറൽ ലോഡിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓൺലി സപ്പോർട്ട് ദെയർ ഓൺ വെയിറ്റ്, അവൻ്റെ വെയിറ്റ് മാത്രമേ അവൻ എടുക്കുന്നുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റിയിൽ അവന് വലിയ പാർട്ടൊന്നുമില്ല. മെയിൻലി ഈ നോൺ ലോഡ് ബിയറിംഗ് സ്ട്രക്ചറുകളെ നമ്മൾ പാർട്ടീഷനിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് ബിൽഡിങ്ങിനകത്തെ സ്പേസുകളെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിളാണ് പാർട്ടീഷൻ വോൾസ്, ലൈറ്റ് വെയ്റ്റ് വോൾസ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ വോൾസ് ഒക്കെ. ഓക്കെ, ഇനിയും ഈ ലോഡ് ബിയറിംഗ് സ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കുന്നത് ലൈറ്റർ മെറ്റീരിയൽസ് വെച്ചിട്ടായിരിക്കും. അതായത് ട്രൈവോള് അല്ലെങ്കിൽ പ്ലാസ്റ്റർ ബോർഡ് അല്ലെങ്കിൽ തിൻ വുഡ് ഒക്കെ വെച്ചിട്ടായിരിക്കും ഈ നോൺ ലോഡ് ബിയറിംഗ് സ്ട്രക്ചറുകൾ ഉണ്ടാക്കുക. ഓക്കെ, അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? യൂഷ്വലി തിന്നർ ആയിരിക്കും. അതിന് ഹെവി ലോഡൊന്നും എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ടിമ്പർ ആസ് എ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ. അതും പാർട്ട് എയിൽ 3 മാർക്കിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ അഡ്വാൻറ്റേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം.
ഓക്കെ, അപ്പം 3 മാർക്കിനാണ്, ഒത്തിരി അഡ്വാൻറ്റേജസ് ഒന്നും എഴുതണ്ട, 3 മാർക്കിനുള്ള വിധം മാത്രം എഴുതിയാൽ മതി. എങ്കിലും ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എന്താ, ടിമ്പർ ഒരു റിന്യൂവബിൾ റിസോഴ്സ് ആണ്, അതാണ് ഏറ്റവും മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് എക്കോ ഫ്രണ്ട്ലി ആണ്. ഓക്കെ, ഇപ്പം നമ്മൾ എന്താ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ കൺട്രോളിനെ പറ്റിയിട്ടൊക്കെ നല്ല എന്താ കാര്യമായിട്ട് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക അല്ലേ. അപ്പം ഗ്ലോബൽ വാർമിംഗ് ഇതൊക്കെ കൂടിയ സമയത്ത് തന്നെ ഈ റിന്യൂവബിൾ റിസോഴ്സസ് നമ്മൾ കൺസ്ട്രക്ഷനിൽ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതൊരു റിന്യൂവബിൾ റിസോഴ്സ് ആണെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും നല്ലൊരു യൂസ്. ഓക്കെ, ഇനി പ്രോപ്പർലി മാനേജ് ചെയ്യുവാണെങ്കിൽ, ഓക്കെ, ഒരു ഫോറസ്റ്റ് പ്രോപ്പർലി മാനേജ് ചെയ്യുവാണെങ്കിൽ അതിനൊരു സസ്റ്റൈനബിൾ സപ്ലൈ ഓഫ് ടിമ്പർ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഒത്തിരി ടിമ്പർ നമ്മൾ എടുക്കുന്നത് കൊണ്ട് പ്രോപ്പർലി നമ്മൾ അതിനനുസരിച്ചിട്ട് പ്ലാന്റിംഗ് കൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു എക്കോ ഫ്രണ്ട്ലി മെറ്റീരിയൽ ആണ്. ഓക്കെ, ഇനി അടുത്തത് ടിമ്പർ എന്താ ഓഫർ ചെയ്യുന്നത്, ഒരു നാച്ചുറൽ വാം അപ്പിയറൻസ് ഓഫർ ചെയ്യും. നമ്മൾ ടിമ്പർ കൊണ്ടുള്ള സ്ട്രക്ചറുകളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഓക്കെ, നമ്മൾ ഫിനിഷിംഗ് ഒക്കെ ടിമ്പറിൽ കൊടുത്താൽ ഒരു നാച്ചുറൽ വാം അപ്പിയറൻസ് കിട്ടും. അതിൻ്റെ ഒരു വിഷ്വൽ അപ്പീൽ വളരെ അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യുന്ന വിധമായിരിക്കും ബിൽഡിങ്ങിൻ്റെ ഇൻറ്റീരിയറിൻ്റെതൊക്കെ. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് ഒരു ഗുഡ് തെർമൽ ഇൻസുലേഷൻ പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, നമ്മൾ ഹാൻഡിൽസിനൊക്കെ നല്ല ചൂട് വരുന്നിടത്തൊക്കെ ഹാൻഡിൽസിൽ നമ്മൾ വുഡ് കൊടുത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഹാൻഡിലിൽ ചൂട് ട്രാൻസ്ഫർ ആകത്തില്ല അല്ലേ. അപ്പോൾ അതുപോലെ ഇതിന് നല്ലൊരു ഗുഡ് തെർമൽ ഇൻസുലേഷൻ പ്രോപ്പർട്ടി ഉണ്ട്. ഇതെന്ത് ചെയ്യും, ഒരു കംഫർട്ടബിൾ ഇൻഡോർ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്ക് എനർജി കോസ്റ്റ് കുറച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഇൻഡോർ ടെമ്പറേച്ചർ കീപ്പ് ചെയ്യാൻ ഈ ടിമ്പർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി ടിമ്പറിനെ നമുക്ക് വർക്ക് ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ്. ഓക്കെ, അതായത് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് കൺസ്ട്രക്ഷനും ഡിസൈനും ഒക്കെ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്. കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് അതിൻ്റെ ജോയിൻസ് ഒക്കെ നമുക്ക് സിമ്പിൾ ടൂൾസ് വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും. വെൽഡിങ്ങോ അങ്ങനെയുള്ള കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും വേണ്ട. ഓക്കെ, ഇനി എന്താ, ടിമ്പർ ലൈറ്റർ ആണ്. ഓക്കെ, അതായത് വേറെ കൺസ്ട്രക്ഷൻ മെറ്റീരിയലിനെ വെച്ച് നോക്കുമ്പോൾ ലൈറ്റർ ആയതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും സാധിക്കും. ഓക്കെ, പിന്നെ ഒരെണ്ണം ടിമ്പർ കാർബൺ സ്റ്റോർ ചെയ്യും. അതിൻ്റെ ലൈഫ് സ്പാൻ ത്രൂ ഔട്ട് കാർബൺ സ്റ്റോർ ചെയ്യും. അതുകൊണ്ട് തന്നെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ടിമ്പറിന് മറ്റ് കൺസ്ട്രക്ഷൻ മെറ്റീരിയലുകളെ കമ്പയർ ചെയ്യുമ്പം കുറവാണ്. ഓക്കെ, ഇനി അടുത്തത് ഈ ടിമ്പറിൻ്റെ ഡിസഡ്വാൻറ്റേജ്. ഇതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് ആണ് ഇറ്റ് ഈസ് സസെപ്റ്റബിൾ ടു ഡീക്കെ. പെട്ടെന്ന് ഡീക്കെ ആയിപ്പോവും. റോട്ട് അല്ലെങ്കിൽ എന്താ ചെതലുകൾ, ചെറിയ ഇൻസെക്റ്റുകൾ അല്ലെങ്കിൽ അതൊക്കെ ഇതിനെ എന്ത് ചെയ്യും, ഇൻഫെക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ പ്രോപ്പർലി ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഡീക്കെ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതൊരു കമ്പസ്റ്റബിൾ മെറ്റീരിയൽ ആണ്. ഓക്കെ, പെട്ടെന്നൊരു ഫയർ റെസിസ്റ്റൻസ് ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇതിൻ്റെ ഫയർ റെസിസ്റ്റൻസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആസ്ക്യൂ ട്രീറ്റ്മെൻറ്റ് പോലുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതൊരു കമ്പസ്റ്റബിൾ മെറ്റീരിയൽ ആണെന്നുള്ളത് തന്നെ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, ഇറ്റ് റിമെയിൻസ് മോർ ഫ്ലെയിമബിൾ അല്ലേ. അപ്പോൾ നമ്മൾ ഇത് തീയൊക്കെ കത്തുവാണെങ്കിൽ പിന്നെ അത് നല്ല ഫ്ലെയിമബിൾ ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പോൾ സ്റ്റീലോ കോൺക്രീറ്റോ ഒക്കെ ആണെങ്കിൽ നോൺ കമ്പസ്റ്റബിൾ ആണ്, പക്ഷേ ഇത് കമ്പസ്റ്റബിൾ ആയതുകൊണ്ട് പെട്ടെന്ന് തീ കത്തും. ഓക്കെ, അടുത്ത എന്താ, ഇതിന് മോയ്സ്ചർ അബ്സോർബ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, മോയ്സ്ചർ അബ്സോർബ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. അത് സ്വെല്ലിങ് ഉണ്ടാക്കും, അത് കഴിഞ്ഞ് വാർപ്പിംഗ് ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ ഇതെന്താ, നമുക്ക് സ്ട്രക്ചറുകളെ എന്താ ഒരു റിസ്ക് ഉണ്ടല്ലേ, ആഡിക്വേറ്റ്ലി പ്രൊട്ടക്ട് ചെയ്യാനുള്ള റിസ്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് മോയ്സ്ചർ അബ്സോർബ് ചെയ്യുന്നുള്ളത് തന്നെ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഹൈ ക്വാളിറ്റി ടിമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും, കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. ഓക്കെ, ഹൈ ക്വാളിറ്റി ടിമ്പർ, നല്ല ടിമ്പറൊക്കെ കിട്ടണമെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെൻറ്റ്, മെയിൻ്റനൻസ് ഒക്കെ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ കൺസ്ട്രക്ഷൻ്റെ അതായത് ടോട്ടൽ കോസ്റ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ സ്റ്റീലിനെയും കോൺക്രീറ്റിനെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിന് ലോഡ് ബിയറിംഗ് കപ്പാസിറ്റി വളരെ കുറവാണ്. ഹെവിയർ ലോഡ്സ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ കോളത്തിലൊക്കെ കോൺക്രീറ്റ് യൂസ് ചെയ്യും. നമ്മളിവിടെ എവിടെ ഈ വുഡൊക്കെ യൂസ് ചെയ്യുന്നത്, ജനലുകൾ, വിൻഡോകൾ അല്ലെ അതുപോലുള്ള സ്ഥലത്തല്ലേ. വിൻഡോയിലും ഡോറിലും ഒക്കെ ആയിരിക്കും അല്ലേ. അങ്ങനെയൊക്കെ നമ്മൾ ടിമ്പർ യൂസ് ചെയ്യുന്നുള്ളൂ. എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ യൂസ് ചെയ്യുന്നത്, അതിന് ലോഡ് ബിയറിംഗ് കപ്പാസിറ്റി കുറവായതുകൊണ്ട് തന്നെ. അപ്പം ഇതൊക്കെ എന്താണ്, ഇതിൻ്റെ ലിമിറ്റേഷൻസ് ആണ്. ഓക്കെ, next question, what is rapid hardening cement, what are its advantages and uses? ഓക്കെ, അപ്പം നമുക്ക് റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ് നമ്മൾ പഠിച്ചല്ലേ. അപ്പോൾ റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ് പ്രത്യേകത എന്താ, ഇറ്റ് ഗെയിൻ സ്ട്രെങ്ത് മച്ച് ഫാസ്റ്റർ ദാൻ OPC. ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിനെക്കാട്ടിലും പെട്ടെന്ന് ഹാർഡൻ ചെയ്ത് സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യുന്ന സിമെൻ്റ് ആണ് അല്ലേ.
റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ്. അപ്പോൾ ഇതിനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? ലൈം കണ്ടന്റ് ഇൻക്രീസ് ചെയ്തിട്ടും പിന്നെ നമ്മുടെ ഈ മിക്സ്ചറുകൾ, നമ്മുടെ സിമെന്റിന്റെ മിക്സ്ചറുകൾ, ബോക്സ് കോമ്പൗണ്ട്സിനെ ഹയർ ടെമ്പറേച്ചറിൽ ബേൺ ചെയ്തിട്ടുമാണ് നമ്മൾ റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ, പിന്നെ ഇപ്പം അതിൻ്റെ എന്താ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് എഴുതണം. അപ്പോൾ അഡ്വാൻറ്റേജസ് എന്താ? ഇത് ഹൈ സ്ട്രെങ്ത് വളരെ വേഗത്തിൽ അച്ചീവ് ചെയ്യും. ഒരു ഷോർട്ട് പീരീഡിൽ തന്നെ അതിനെ അച്ചീവ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ കൺസ്ട്രക്ഷൻ ഫാസ്റ്റർ ആയിരിക്കും, നമുക്ക് സ്ട്രക്ചർ പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് ഹാർഡൻ ആവുന്നതുകൊണ്ട് തന്നെ ഷ്രിങ്കേജ് വളരെ കുറവായിരിക്കും. ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഷ്രിങ്കേജ് വളരെ കുറവായിരിക്കും. ഓക്കെ, ഷ്രിങ്കേജ് കുറവാണ്, അതുകൊണ്ട് തന്നെ ഈ റിസ്ക് ഓഫ് ക്രാക്ക്, സ്ട്രക്ചറിൽ ക്രാക്ക് ഉണ്ടാവാനുള്ള ചാൻസും കുറവാണ്. പിന്നെ പെട്ടെന്ന് നമുക്ക് സ്ട്രെങ്ത് അച്ചീവ് ചെയ്യുന്നതാണ് കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ലേബറിൻ്റെ ഫോം വർക്കിൻ്റെ ഒക്കെ കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് എമിറ്റ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് OPCനെ കമ്പയർ ചെയ്തുമ്പോൾ, ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. അതുകൊണ്ട് ഇത് എൻവയോൺമെന്റൽ ഫ്രണ്ട്ലിയുമാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ യൂസസ് പറയുന്നത്. നമ്മൾ ഇതിന് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നത്? റോഡ് റിപ്പയറിങ്ങിന് യൂസ് ചെയ്യാം, പേയ്മെന്റ് റോഡിൻ്റെ ഒക്കെ റിപ്പയറിങ്ങിന് യൂസ് ചെയ്യാം. അപ്പം നമുക്കൊരു ക്വിക്കായിട്ട് റീ ഓപ്പണിങ് ചെയ്യണം, ട്രാഫിക്കിന് പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് റോഡ് കൊടുക്കണം. അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് നമുക്ക് ഇത് എന്ത് ചെയ്യാം? റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പ്രീകാസ്റ്റ് കോൺക്രീറ്റ് പ്രൊഡക്റ്റുകൾ, അതായത് നമ്മൾ പ്രീകാസ്റ്റ് ആയിട്ട് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന് നമ്മൾ സൈറ്റിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന നമ്മുടെ ഇതൊക്കെ ഇല്ലേ, റെയിൽവേ സ്ലീപ്പേഴ്സ് ഒക്കെ ഇല്ലേ, അതുപോലത്തെ റെയിൽവേ സ്ലീപ്പേഴ്സ് പോലുള്ള പ്രീകാസ്റ്റ് പ്രൊഡക്റ്റുകൾ. ഓക്കെ, പിന്നെ പൈപ്പുകൾ, ബ്ലോക്കുകൾ, ഓക്കെ, സ്ലാബുകളൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യാം. റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് യൂസ് ചെയ്യാം, എയർലി സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യുകയൊക്കെ ചെയ്യും. ഓക്കെ, ഇനി അതുപോലെ തന്നെ കോൾഡ് വെതർ കണ്ടീഷൻസിൽ, ഓക്കെ, നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എന്താ ചെയ്യുക? നമ്മളിപ്പം ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് അവിടെയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, അവിടെ നമ്മുടെ സിറ്റിംഗ് ടൈം ഒക്കെ കുറയുകയാണ് ചെയ്യുന്നത്, സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യുന്ന ടൈം കുറയും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കോൾഡ് വെതർ കണ്ടീഷനിലും ഇത് നമുക്ക് ഐഡിയലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, fifth question, discuss any 3 factors to be considered in the selection of site for a residential building. 3 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റെസിഡൻഷ്യൽ ബിൽഡിംഗ് സെലക്ട് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിൽ ഏതെങ്കിലും 3 എണ്ണത്തെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്താൽ മതി. ഓക്കെ, ഒന്നാമത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഇപ്പം ഞാനിപ്പോൾ 3 ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്, ഒന്ന് ലൊക്കേഷൻ ആൻഡ് ആക്സസിബിലിറ്റി. റെസിഡൻഷ്യൽ ബിൽഡിംഗ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് എന്താ? ലൊക്കേഷൻ അല്ലേ? അത് ഏത് ലൊക്കേഷനാണ്, അത് ആക്സസിബിൾ ആണോ എന്നൊക്കെയുള്ള ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ലൊക്കേഷൻ ആൻഡ് ആക്സസിബിലിറ്റി. അപ്പോൾ ഈ ലൊക്കേഷൻ എടുക്കുമ്പം, നമ്മളൊരു സ്പെസിഫിക് ലൊക്കേഷൻ എടുക്കുമ്പം ആ ലൊക്കേഷന് ഏതൊക്കെ അമ്യൂണിറ്റീസുമായിട്ട് പ്രോക്സിമിറ്റി ഉണ്ട്, ഏതൊക്കെ അമ്യൂണിറ്റീസിന് അടുത്താണ്, അതായത് നമുക്ക് എസെൻഷ്യൽ സർവീസസ്, അതായത് സ്കൂള്, ഹോസ്പിറ്റല്, മാർക്കറ്റ്, പാർക്ക്, അതുപോലെ നമുക്ക് എസെൻഷ്യൽ ആയിട്ട് വേണ്ട സർവീസസ് നമുക്ക് ക്ലോസ് പ്രോക്സിമിറ്റിയിൽ അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ കണക്ടിവിറ്റി എന്ന് പറയുമ്പോൾ റോഡ് കണക്ടിവിറ്റി ആവാം, റെയിൽ കണക്ടിവിറ്റി ആവാം, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആവാം. ഓക്കെ, അപ്പം റോഡ്, റെയിൽ, ഇതുപോലെ നമുക്ക് എന്താ അത്യാവശ്യം നല്ല കണക്ടിവിറ്റി ഉള്ള സ്ഥലങ്ങൾ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന്റെ ഏരിയ സെലക്ട് ചെയ്യണം. അടുത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നെയ്ബർഹുഡ് സേഫ് ആണോ, അതായത് നല്ല ഒരുമാതിരി നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ ലെവൽ ഓഫ് ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ, അതിനനുസരിച്ചിട്ട് സേഫ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി അതുപോലെ തന്നെയാണ് സോയിൽ ആൻഡ് ടോപ്പോഗ്രഫി. അപ്പോൾ സോയിലിൻ്റെ ക്വാളിറ്റി, ഓക്കെ, അപ്പോൾ സോയിലാണ് നമ്മുടെ സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലേ? അപ്പം നമ്മുടെ സോയിലിൻ്റെ ക്വാളിറ്റി നമ്മൾ ശ്രദ്ധിക്കണം. പുവർ സോയിലാണെങ്കിൽ നമുക്ക് ഫൗണ്ടേഷൻ ഇഷ്യൂസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്, ഫൗണ്ടേഷൻ കോസ്റ്റ് കൂടാനും ചാൻസ് ഉണ്ട്. ക്ലേ സോയിൽ പോലെയൊക്കെയുള്ളതാണ് ഫൗണ്ടേഷൻ സോയിലൊക്കെ, ഫൗണ്ടേഷൻ്റെ ചാർജ് ഒക്കെ കൂടാനും ചാൻസ് ഉണ്ട്. പിന്നെ അടുത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ടോപ്പോഗ്രഫിയാണ്. നമ്മൾ ഫ്ലാറ്റ് ആയിട്ടോ അല്ലെ ജെനറലി സ്ലോപ്പിംഗ് ആയിട്ടുള്ള സൈറ്റുകളായിരിക്കും നമ്മൾ സാധാരണ സെലക്ട് ചെയ്യുക. പിന്നെ ഫ്ലഡിങ്, ലാൻഡ് സ്ലൈഡ് ഓഫ് ഉണ്ടാകുന്ന ഏരിയകൾ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യണം. പിന്നെ നെക്സ്റ്റ് എന്താ? ഡ്രെയിനേജ് അല്ലേ? അപ്പോൾ ഈ സോയിൽ ടോപ്പോഗ്രഫിയിൽ വന്ന് നെക്സ്റ്റ് അതിനകത്ത് വരാൻ കൺസിഡർ ചെയ്യുന്ന ഒരു ഫാക്ടർ നിന്ന് ഡ്രെയിനേജ്. അത്യാവശ്യം നല്ല നാച്ചുറലായിട്ട് ഡ്രെയിനേജ് അവൈലബിൾ ആണെങ്കിൽ വാട്ടർ ലോഗിങ് ഒന്നും ഉണ്ടാവത്തില്ല. അപ്പം നമ്മൾ ഫൗണ്ടേഷനൊക്കെ സേഫ് ആയിട്ട് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകാതിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ സോയിൽ ആൻഡ് ടോപ്പോഗ്രഫിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇനി അടുത്തതെന്ന് പറയുന്നത് എൻവയോൺമെന്റൽ കണ്ടീഷൻസ്, അതായത് നമ്മുടെ ലൊക്കേറ്റ് ചെയ്യുന്ന സ്ഥലത്തെ ക്ലൈമറ്റിനെയും വെതറിനെയും നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ എക്സ്ട്രീം വെതർ കണ്ടീഷൻസ് ഉള്ള സ്ഥലങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ നാച്ചുറൽ ഹസാർഡ്സ് ഒക്കെ, അതായത് പൊട്ടൻഷ്യൽ റിസ്ക് ഉണ്ടോ, എന്തെങ്കിലും ഫ്ലഡ് അല്ലെങ്കിൽ എർത്ത് അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡിനൊക്കെയുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളാണെങ്കിൽ നമ്മളത് മാക്സിമം അവോയ്ഡ് ചെയ്യണം. പിന്നെ നമ്മൾ പൊല്യൂഷൻ ലെവൽസ് ശ്രദ്ധിക്കുക, അതായത് നോയ്സ്, എയർ, വാട്ടർ പൊല്യൂഷൻ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ എയർ ക്വാളിറ്റി ഇൻഡെക്സുകളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും. എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഒക്കെ നമുക്ക്
നമ്മുടെ ഫോണിൽ തന്നെ നോക്കിയാൽ കിട്ടും. ഓക്കെ, അപ്പോൾ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഒക്കെ ചെക്ക് ചെയ്ത് അതിനനുസരിച്ചിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനുള്ള ഏരിയ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യന് 6 മാർക്കിന് 5B എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എക്സ്പ്ലെയിൻ ദ ബേസിക് എലമെന്റ്സ് ഓഫ് എ റെസിഡൻഷ്യൽ ബിൽഡിംഗ്. നമ്മൾ പഠിച്ച ബേസിക് എലമെന്റ്സ് അല്ലേ, ബേസിക് എലമെന്റ്സ് ഓഫ് എ റെസിഡൻഷ്യൽ ബിൽഡിംഗ് വിത്ത് ഇറ്റ്സ് ഫംഗ്ഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് നീഡ് സ്കെച്ച്. അപ്പം നമ്മൾ ഓരോ ബേസിക് എലമെന്റ്സിനെ പറ്റിയിട്ടും പറയണം, അതിൻ്റെ ഫംഗ്ഷൻ പറയണം, പിന്നെ ഒരു നീഡ് സ്കെച്ച് വരയ്ക്കണം. ഇത്രത്തിനാണ് 6 മാർക്ക് വരിക. ഓക്കെ, അപ്പോൾ സ്കെച്ചിന് അറൗണ്ട് ഒരു 4 to 3 മാർക്സ് ഒക്കെ ആയിരിക്കും. ബാക്കി നിങ്ങൾ എഴുതുന്നതിനായിരിക്കും നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാവുക. മാക്സിമം ഒരു 2, 3, 4 മാക്സിമം 2-3 മാർക്സ് ഒക്കെ സ്കെച്ചിന് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കി ബേസിക് എലമെന്റ്സ് ഏതൊക്കെയാണ്? ഒന്നാമത്തെ ബേസിക് എലമെന്റ് ഫൗണ്ടേഷൻ അല്ലേ. അപ്പോൾ ഫൗണ്ടേഷൻ എന്താ? നമ്മുടെ ബിൽഡിങ്ങിന്റെ ബേസ് ആണ്. അപ്പോൾ ഇത് എന്ത് പ്രൊവൈഡ് ചെയ്യും? സ്റ്റെബിലിറ്റി, സപ്പോർട്ടും ഒക്കെ പ്രൊവൈഡ് ചെയ്യും അല്ലേ. പിന്നെ വേറെ ഒരു പണിയും കൂടി ചെയ്യും. എന്താ ചെയ്യുക? ലോഡിനെ, ബിൽഡിങ്ങിന്റെ ലോഡിനെ ഗ്രൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഫൗണ്ടേഷൻ ആണ്. അടുത്ത നമ്മുടെ വോൾസ് അല്ലേ. വോൾസ് എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്? റൂഫിനൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ ബിൽഡിങ്സിനെ റൂമായിട്ട് ഡിവൈഡ് ചെയ്യുന്നതൊക്കെ വോൾസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ഇൻസുലേഷൻ പ്രോപ്പർട്ടി. ഓക്കെ, നമുക്ക് ഔട്ടർ വെതറിൽ നിന്ന് ഒരു ഇൻസുലേഷൻ നമുക്ക് ഇൻസൈഡ് ഉള്ളവർക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, പിന്നെ വേറെന്താ? പ്രൊട്ടക്ഷൻ അല്ലേ. ഓരോരോ എലമെന്റ്സ്, ഇപ്പം നമ്മൾ എൻവയോൺമെന്റൽ എലമെന്റ്സ് ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫാക്ടേഴ്സ് ആവാം, അതിൽ നിന്നൊക്കെയുള്ള ഒരു പ്രൊട്ടക്ഷൻ തരും. ഇനി അടുത്തത് ഫ്ലോർസ് ആണ് അല്ലേ. അപ്പം ഫ്ലോർസ് എന്താ? ഒരു ഫ്ലാറ്റ് സർഫസ് വരും അല്ലേ. ഒക്യുപ്പൻസിന് അവരുടെ ഫർണിച്ചറൊക്കെ വെക്കാൻ, അവർക്ക് ലിവബിൾ സ്പേസിലൊക്കെ ഒരു ഫ്ലാറ്റ് സർഫസ് പ്രൊവൈഡ് ചെയ്യാണ് ഫ്ലോർ ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്ത് ചെയ്യും? സപ്പോർട്ട് ദ ലോഡ് ഓഫ് ദ ബിൽഡിംഗ് അല്ലേ. നമ്മുടെ എന്താണ് ഫ്ലോറിങ് ഏരിയ ആണ്. ആ ബിൽഡിങ്ങിന്റെ ലോഡിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്, ഇപ്പോൾ ടോപ്പ് ഫ്ലോറിലൊക്കെ ആണെങ്കിൽ ആ ഫ്ലോറിൽ വരുന്ന ലോഡാണ് തിരിച്ച് വോൾസ് വഴി ഫൗണ്ടേഷനിലോട്ട് തിരിച്ച് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്താ? റൂഫും അതുപോലെ തന്നെ എന്താ? നമ്മുടെ വോളിന്റെ ഒരു ഇതുപോലെ തന്നെ എന്താ? വെതർ എലമെന്റ്സിൽ നിന്നൊക്കെ, റെയിന്, സ്നോയെ, അതുപോലെ സൺലൈറ്റ്, ഇതിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ വരും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ റൂഫിന് ഒരു ഓവറോൾ എസ്തെറ്റിക്സിൽ, ബിൽഡിങ്ങിന്റെ ഒരു എസ്തെറ്റിക്സിൽ ഒരു പ്രത്യേക പാർട്ടുണ്ട്. ഇപ്പം നമ്മൾ ചില സ്ലോപ്പിംഗ് റൂഫ്സ് അല്ലെങ്കിൽ ഗ്ലാസ് റൂഫ്സ് ഒക്കെ ഉള്ള വീടുകൾ ശ്രദ്ധിച്ചാൽ എന്താ? ഒരു നല്ല ഭംഗിയല്ലേ. ഇനി അടുത്ത വിൻഡോസ് ആണ്. വിൻഡോസ് എന്തിനാ? നാച്ചുറൽ ലൈറ്റ് അല്ലേ. അതുപോലെ തന്നെ വെന്റിലേഷന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വ്യൂവിന് വേണ്ടിയിട്ട്, ഔട്ട്സൈഡ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് വിൻഡോസ് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത എന്താ? ഡോർസ്. അതായത് ബിൽഡിങ്ങിലോട്ട് ആക്സസിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമുക്ക് ഡോർസ് അല്ലേ. നമുക്ക് ആ ബിൽഡിങ്ങിലോട്ട് കയറാൻ, ഡിഫറെൻറ്റ് റൂംസിലോട്ട് കയറാൻ അല്ലേ. അതുപോലെ തന്നെ പ്രൈവസിയും സെക്യൂരിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡോർസ്. പിന്നെ സ്റ്റെയർസ് എന്താ? ഡിഫറെൻറ്റ് ലെവൽസിനെ കണക്ട് ചെയ്യുന്നതാണ് സ്റ്റെയർസ്. ഓക്കെ, അതുപോലെ തന്നെ വെർട്ടിക്കൽ മൂവ്മെന്റ്, സ്ട്രക്ചറിനകത്ത് തന്നെയുള്ള വെർട്ടിക്കൽ മൂവ്മെന്റിന് സ്റ്റെയർ ഹെൽപ്പ് ചെയ്യും. പിന്നെ പ്ലംബിംഗ് സിസ്റ്റം, വാട്ടർ സപ്ലൈ ചെയ്യാൻ, വേസ്റ്റ് വാട്ടർ റിമൂവ് ചെയ്യാൻ, ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് പ്ലംബിംഗ് സിസ്റ്റം ഉള്ളത്. ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? പൈപ്പുകളുണ്ട്, പൈപ്പ് ഫിക്സ്ചറുകളുണ്ട്, വേറെ എന്തെങ്കിലുമൊക്കെ അപ്ലയൻസസ് ഒക്കെ ഉണ്ട് പൈപ്പിൽ. ഓക്കെ, പൈപ്പിംഗ് സിസ്റ്റത്തിൽ അല്ലെ പ്ലംബിംഗ് സിസ്റ്റത്തിൽ. ഇനി അടുത്ത എന്താ? ഇലക്ട്രിക്കൽ സിസ്റ്റം. നമുക്ക് പവർ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലേ. ലൈറ്റ്നിങ്ങിന് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് യൂസ് ചെയ്യേണ്ട അപ്ലയൻസസിനൊക്കെ ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുക അല്ലേ. നമ്മുടെ ഓരോ ഇലക്ട്രിക്കൽ ഡിവൈസ് ഒക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയുള്ള പവർ പ്രൊവൈഡ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ സിസ്റ്റമാണ്. അടുത്ത് HVAC, അതായത് ഹീറ്റിംഗ്, വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് സിസ്റ്റം. ഓക്കെ, അപ്പം നമുക്ക് ഇൻഡോർ ക്ലൈമറ്റിനെ നമ്മൾ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെന്താ? നമുക്ക് ഈ കംഫർട്ട്, അതായത് ഈ ഒക്യുപ്പൻസിനുള്ള കംഫർട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹീറ്റിംഗ്, വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് സിസ്റ്റം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് സ്കെച്ചാണ്. സ്കെച്ച് വരയ്ക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരു സ്കെച്ച് വരച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ കാണിക്കുന്ന എല്ലാ, നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ പ്രോപ്പർട്ടീസ്, ഇലക്ട്രിക്കലും പ്ലംബിങ്ങും അത് ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം വരുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ടോപ്പിൽ ഇവിടെ ഒരു വിയറിംഗ് കോഴ്സ് കൊടുക്കും. ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നതിന് കോപ്പിംഗ് എന്നാണ് പറയാം. ഇത് നമ്മുടെ പാരപ്പറ്റ് വാളാണ്, ഇത് സീലിംഗ് ആണ്. ഓക്കെ, സീലിംഗ് ആണ്. പിന്നെ ഇവിടെയാണ് RCC റൂഫ് സ്ലാബ് ഉള്ളത്. പിന്നെ നമ്മൾ ഈ വിൻഡോ ലെവലിൻ്റെ മുകളിൽ കൊടുക്കുന്ന ലിൻഡലാണ്. ഓക്കെ, പിന്നെ ഇതുപോലെ സൺഷെയ്ഡ് കൊടുക്കും, വിൻഡോസ് കൊടുക്കും, പിന്നെ ബ്രിക്ക് വോൾ ഉണ്ട് അല്ലേ. പിന്നെ നമ്മൾ ആ വോളിനും ഗ്രൗണ്ട് ലെവലിനും ഇടയിൽ ഒരു ഡാം പ്രൂഫ് കോഴ്സ്, ഒരു ലെയർ കൊടുക്കും. ഓക്കെ, പിന്നെ ഫ്ലോറിംഗ് ഉണ്ട്, പിന്നെ ഗ്രൗണ്ട് ലെവല്, പിന്നെ ഫുട്ടിങ്സ്, അതായത് ഫൗണ്ടേഷൻ, പിന്നെ ഡോർസ്, വിൻഡോസ്, പിന്നെ സൂപ്പർ സ്ട്രക്ചർ, ഫൗണ്ടേഷൻ ഓർ സബ് സ്ട്രക്ചർ, പിന്നെ ഇതാണ് നമ്മുടെ പ്ലിന്ത് ലെവൽ എന്ന് പറയുന്നത്, ഗ്രൗണ്ട് ലെവൽ. അപ്പോൾ ഇത്രയൊക്കെ ഒരു ഫിഗർ കാണിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏകദേശം കവർ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ റെലവൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ഇൻ ദ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ് ഓഫ് എ കൺട്രി. ഓക്കെ, അപ്പോൾ അത് 3 മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. അപ്പം നമ്മൾ ഒരു 6 റെലവൻസ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് 3 മാർക്ക് ഈസിയായി സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ എന്താ?
നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഒരു ക്രൂഷ്യൽ റോൾ വഹിക്കുന്നുണ്ടെന്നുള്ള പോയിന്റ് ആദ്യം എഴുതുക. ഇനി അടുത്തത് എന്താ, ഫസ്റ്റിലത്തെ ഒരു പോയിന്റ്, അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനാണ് ഏറ്റവും കൂടുതൽ ക്രൂഷ്യൽ റോൾ സിവിൽ എഞ്ചിനീയറിംഗ് വഹിക്കുന്നത്, നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിൽ തന്നെ അല്ലേ. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേന് എന്തൊക്കെയാണ് അതിൽ വരിക, റോഡുകൾ, ബ്രിഡ്ജുകൾ, ഹൈവേ, റെയിൽവേ, എയർപോർട്ട്, ഇതിൻ്റെയൊക്കെ ഡെവലപ്മെന്റ്. ഓക്കെ, ഇനി ഈ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം എന്തിനാണ്, നമുക്ക് ആളുകളെയും ഗുഡ്സിനെയൊക്കെ മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പം ഇങ്ങനെ ഈ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൺട്രിയുടെ എക്കണോമിക് ഗ്രോത്ത് കൂടും, കണക്ടിവിറ്റി കൂടും. ഓക്കെ, അങ്ങനെ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്ത എന്താ, വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ അല്ലേ. അപ്പം നമുക്ക് ഒരു എന്താ വാട്ടർ സപ്ലൈ സിസ്റ്റം, ഒരു നല്ലൊരു വാട്ടർ സപ്ലൈ സിസ്റ്റം നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗ് സിവിൽ സിസ്റ്റംസ് വെച്ചിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. എങ്ങനെയൊക്കെയാണ്, നമുക്ക് ഈ വേസ്റ്റ് വാട്ടറിൽ നിന്ന് സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ് കൊടുക്കുക, പിന്നെ നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റംസ് പ്രൊവൈഡ് ചെയ്യുക, നമുക്ക് ക്ലീൻ ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു വാട്ടർ അല്ലെങ്കിൽ ഒരു വാട്ടർ വേസ്റ്റ് വാട്ടറിൻ്റെ ഒക്കെ മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പബ്ലിക് ഹെൽത്തിനും എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പം നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള ഒരു വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു കൺട്രിയുടെ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് നന്നായിട്ട് ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്താണ് അർബൻ ഡെവലപ്മെൻറ്റ്. അർബൻ ഏരിയാസിൻ്റെ ഡെവലപ്മെൻറ്റ്, അർബൻ പ്ലാനിങ്, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഒക്കെ, അർബൻ ഏരിയയിലെ റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ സ്പേസസ് ഒക്കെ, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ബിൽഡിങ്, ഇതെല്ലാം ഇപ്പം നമ്മളിപ്പോൾ ഒരു മെട്രോയുടെ ഒക്കെ കേസ് എടുക്കുകയാണെങ്കിൽ അർബൻ ഏരിയാസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതൊക്കെ സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ കോൺട്രിബ്യൂഷനാണ്. ഓക്കെ, അപ്പോൾ ഈ അർബൻ ഡെവലപ്മെൻറ്റ് എന്ത് എൻഷുർ ചെയ്യും, നമുക്ക് സിറ്റീസിനെയും ടൗണിനെയൊക്കെ ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ട്, ഓക്കെ, സസ്റ്റൈനബിൾ ആയിട്ട് നമുക്ക് ഇനിയും എന്താ ഒരു ഗ്രോയിങ് പോപ്പുലേഷനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തക്ക വിധത്തിലുള്ള അർബൻ ഡെവലപ്മെൻറ്റ്. ഓക്കെ, ഇനി അടുത്തത് എനർജി ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, അപ്പം നമുക്ക് എനർജി ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് വാട്ടറിൽ നിന്നുള്ള എനർജി ഡാംസ് വെച്ചിട്ട്, അതായത് പവർ പ്ലാന്റ്സ് ഉണ്ടാവാം, തെർമൽ പവർ പ്ലാന്റ്സ് ഉണ്ടാവാം, ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് ഉണ്ടാവാം. ഓക്കെ, അതുപോലെ പവർ പ്ലാന്റ്സ്, പിന്നെ റിന്യൂവബിൾ എനർജി ആയിട്ടുള്ള എന്തൊക്കെയാ, വിൻഡ് ഉണ്ട്, വിൻഡിൽ നിന്നുള്ള എനർജി, വേവിൽ നിന്നുള്ള എനർജി. ഓക്കെ, അതുപോലെ എന്താ സോളാർ എനർജി, ഇതുപോലെ റിന്യൂവബിൾ എനർജിയുടെ യൂസ്. ഓക്കെ, ഇപ്പം വിൻഡ് ഫാംസ്, സോളാർ പവർ സ്റ്റേഷൻസ് ഒക്കെ സെറ്റ് ചെയ്യാനൊക്കെ. ഇനി അടുത്ത് എന്താ, റിലയബിൾ എനർജി സോഴ്സസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പവറിങ്ങിന് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെ വർക്കിന് അല്ലെങ്കിൽ ഇതിനെല്ലാം നമുക്ക് അത്യാവശ്യമുള്ള കാര്യമാണ് എനർജി ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് അല്ലേ. ഇനി അടുത്തൊരു കാര്യമാണ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ. അപ്പം നമുക്ക് നാച്ചുറൽ ഡിസാസ്റ്ററിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റത്തക്ക വിധത്തിലുള്ള സ്ട്രക്ചറുകൾ ഡിസൈൻ ചെയ്യണം അല്ലേ. എർത്ത് റെസിസ്റ്റൻറ്റ് ബിൽഡിങ്, ഫ്ലഡിനെ തടയുന്ന അല്ലെങ്കിൽ ഫ്ലഡിനെ റെസിസ്റ്റ് ചെയ്യുന്ന ബിൽഡിങ്സ് അല്ലെങ്കിൽ സ്ട്രക്ചറുകൾ, ഹരിക്കെയിൻസിനെ റെസിസ്റ്റ് ചെയ്യുന്ന സ്ട്രക്ചറുകൾ, ഇതുപോലൊക്കെയുള്ള സ്ട്രക്ചറുകളെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഉള്ള ഇംപ്ലിമെൻറ്റ് മെഷേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് എന്താ ഡാമേജ് കുറയ്ക്കും നമ്മുടെ സ്ട്രക്ചറിൽ. ഇപ്പോൾ ഒരു ഫ്ലഡ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതായത് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ലെവലൊക്കെ കൂട്ടിക്കൊടുക്കാം, എർത്ത് ക്വേക്ക് റെസിസ്റ്റൻ്റ് ആയിട്ട് ഷിയർ വോൾസ് ഒക്കെ കൊടുത്തിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം അങ്ങനെ ഉള്ള ബിൽഡിങ്ങുകൾ നമ്മൾ എന്ത് ചെയ്യും, ഡാമേജിനെ കുറയ്ക്കും. അതുപോലെ തന്നെ അതിൻ്റെ കമ്മ്യൂണിറ്റിയുടെയൊക്കെ റെസിലിയൻസിനെയൊക്കെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. വേറൊന്നും എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനാണ്. ഓക്കെ, അപ്പം എന്താ, നമുക്ക് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്, അതായത് എൻവയോൺമെൻറ്റിൽ നമ്മളിപ്പോൾ ഒരു സ്ട്രക്ചർ വരും, അപ്പോൾ അതിന് എത്ര ഇമ്പാക്റ്റ് ആ എൻവയോൺമെൻറ്റിൽ ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ അത് അസസ് ചെയ്യുക, അതിനെ മിറ്റിഗേറ്റ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് ഒക്കെ കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് എന്താ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ പോസിബിൾ ആക്കി എടുക്കാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ എക്കോളജിക്കൽ ഫുട് പ്രിന്റ്, അതായത് ഒരു എക്കോസിസ്റ്റത്തിന് അത് ഉണ്ടാക്കുന്ന ഡാമേജ് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്കൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിനെ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡീസ് നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഒരു കൺട്രിയുടെ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റിലുള്ള സിവിലിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയാൻ സാധിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യന് എക്സ്പ്ലെയിൻ എനി 4 മേജർ ഡിസിപ്ലിൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്. 6 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. 4 മേജർ ഡിസിപ്ലിൻസിനെ പറ്റിയിട്ട് എഴുതണം. അപ്പം നമ്മൾ എഴുതുന്ന ഓരോ ഡിസിപ്ലിന് അറൗണ്ട് 1.5 മാർക്ക് വീതമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള പോയിന്റ്സ് എഴുതാം. ഓക്കെ, അപ്പം സിവിൽ എഞ്ചിനീയറിംഗിൽ വേരിയസ് ഫീൽഡ്സ് ഉണ്ട് അല്ലേ, വേരിയസ് ഡിസിപ്ലിൻസ് ഉണ്ട്, നമ്മൾ അതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പം ഓരോന്നും ഫോക്കസ് ചെയ്യുന്നത് എന്താ, ഓരോ ആസ്പെക്റ്റ് അല്ലേ.
അപ്പോൾ ആദ്യത്തെയാണ് നമുക്ക് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് എന്ന് പറയാം. അപ്പോൾ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ എന്തായിരിക്കും ചെയ്യുക? സ്ട്രക്ചറൽ എഞ്ചിനീയർ എന്ന് പറയുമ്പോഴത്തേനും ഡിസൈനും അനലൈസും ചെയ്യുകയാണ്. എന്തിനെയൊക്കെ അനലൈസ് ചെയ്യുന്നത്? ബിൽഡിങ്, ബ്രിഡ്ജ്, ടണൽ, ഡാം ഇതുപോലുള്ള എല്ലാ സ്ട്രക്ചറിൻ്റെ ഡിസൈൻ ആൻഡ് അനാലിസിസ് ചെയ്യുന്നത് സ്ട്രക്ചറൽ എഞ്ചിനീയർ ആയിരിക്കും. അതിനെ എത്ര ലോഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, അതിൽ ഏതൊക്കെ ഫോഴ്സസ് ആയിരിക്കും വരിക, ഗ്രാവിറ്റിയുടെ എഫക്റ്റ്, വിൻഡിൻ്റെ എഫക്റ്റ്, എർത്ത് ക്വേക്കിൻ്റെ എഫക്റ്റ്, ഇതൊക്കെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ആണ് ഡീൽ ചെയ്യുന്നത്. ആ ഒരു ഡിസിപ്ലിനാണ് ഡീൽ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യുക? സ്ട്രക്ചറൽ എലമെൻറ്റ്സ് ഡിസൈൻ ചെയ്യും, ബീം, കോളം പോലുള്ള എലമെൻറ്റ്സ്. പിന്നെ അതിൻ്റെ തന്നെ സ്ട്രെസ് സ്ട്രെയിൻ അനാലിസിസ് ചെയ്യും. പിന്നെ നമ്മൾ ഈ ഡിസൈൻ ചെയ്യുന്ന സ്ട്രക്ചറുകൾ സേഫ്റ്റി കോഡ് അല്ലെങ്കിൽ ബിൽഡിംഗ് കോഡുമായിട്ടൊക്കെ എന്താണ് അത് അഡ്ഹെയർ ചെയ്യുന്ന വിധത്തിലാണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ഓക്കെ, ഇനി അടുത്തൊരു ബ്രാഞ്ചാണ്, മേജർ ഡിസിപ്ലിനാണ് സിവിൽ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പം, ജിയോ എന്ന് പറയുമ്പോൾ തന്നെ എന്താ നമുക്ക് മനസ്സിലാവും? എർത്ത് മെറ്റീരിയൽസ് അല്ലേ, സോയിൽ, റോക്ക് ഒക്കെയാണ് നമ്മൾ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഇൻറ്ററാക്ഷൻ, ഓക്കെ, സ്ട്രക്ചറുമായിട്ട് സോയിൽ കോൺടാക്ട് വരുമ്പം എങ്ങനെയാണ് സ്ട്രക്ചർ, സോയിലിൻ്റെ ഇൻറ്ററാക്ഷൻ, സോയിൽ എത്ര സ്ട്രെസ് വരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പം നമ്മൾ ഇതിൽ സോയിൽ അല്ലെങ്കിൽ റോക്ക് ടെസ്റ്റിംഗ് ഒക്കെയാണ് ചെയ്യുന്നത്. പിന്നെ എന്താ? ഫൗണ്ടേഷൻ ഡിസൈന്, നമ്മുടെ എർത്ത് റീറ്റെയിനിങ് സ്ട്രക്ചറുകൾ, റീറ്റെയിനിങ് വോൾസ് അല്ലെങ്കിൽ ചെറിയ എന്താണ് റീറ്റെയിൻ ചെയ്യാനുള്ള ചെറിയ ഫൗണ്ടേഷൻസ് അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഒരു ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ ആയിരിക്കും. പിന്നെ നമ്മൾ സൈറ്റ് കണ്ടീഷൻ, നമ്മുടെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നമ്മുടെ സൈറ്റ് എന്താണ് പറ്റുമോ, അതായത് ആ ഒരു ലോഡ് എടുക്കാൻ നമ്മുടെ സൈറ്റിലുള്ള സോയിലിന് സാധിക്കുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ ആയിരിക്കും ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് നമ്മൾ ഓൾറെഡി കുറച്ച് പറഞ്ഞല്ലേ. എന്താണ്? നമുക്ക് ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, അതായത് റോഡ്, റെയിൽവേ, എയർപോർട്ട്, ട്രാഫിക്, ഇതിൻ്റെയൊക്കെ മാനേജ്മെൻ്റ് ആണ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ മെയിൻലി വരുന്നത്. നമുക്കിവിടെ ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്കുകൾ പ്ലാൻ ചെയ്യുകയും ഡിസൈൻ ചെയ്യുകയും ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ട്രാഫിക് ഫ്ലോ ഡെൻസിറ്റിയെ പറ്റിയിട്ടും സേഫ്റ്റിയെ പറ്റിയിട്ടുള്ള സ്റ്റഡീസ്, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾ, മെട്രോ റെയിലോ, റെയിലോ അതുപോലുള്ള പ്രോജക്റ്റുകളുടെ മാനേജ്മെൻറ്റും. ഓക്കെ, ഇനി അടുത്താണ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്. എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസിനെ പറ്റിയിട്ട് അഡ്രസ്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് വാട്ടർ സപ്ലൈ സിസ്റ്റം ഡിസൈൻ ചെയ്യേണ്ടി വരും, വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം, പൊല്യൂഷൻ കൺട്രോൾ സിസ്റ്റം, വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഇതിനെപ്പറ്റിയൊക്കെ എന്തായിരിക്കും? എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ആയിരിക്കും ഡീൽ ചെയ്യുക. ഇനി അടുത്ത എന്താ? ഡിസൈനിങ് വാട്ടർ ആൻഡ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, നമ്മൾ പ്ലാന്റുകൾ അല്ലേ, വാട്ടർ ട്രീറ്റ്മെൻറ്റും ഉണ്ട്, അതുപോലെ തന്നെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സും. പിന്നെ നമ്മൾ ഹസാർഡസ് ആൻഡ് സോളിഡ് വേസ്റ്റിൻ്റെ മാനേജ്മെൻറ്റ്, പിന്നെ നമുക്ക് പൊല്യൂഷൻ കൺട്രോൾ മെഷേഴ്സ്, പിന്നെ സസ്റ്റൈനബിലിറ്റി പ്രാക്ടീസസിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് ഇതിലായിരിക്കും പറയാം. ഓക്കെ, അപ്പം ഇതുപോലുള്ള 4 ഡിസിപ്ലിൻസ് നമുക്ക് എന്താണ് ഒരു ഇംപ്രൂവ്ഡ് ആയിട്ടുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചറും മോഡേൺ സൊസൈറ്റിയെ ഡെവലപ്പ് ചെയ്യാനും അതിൻ്റെ സേഫ്റ്റിയും എഫിഷ്യൻസിയും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റൽ പ്രാക്ടീസ് അഡോപ്റ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഒരു ഫൈനൽ സെൻറ്റൻസ് കൂടെ എഴുതി വെച്ചാൽ നമുക്ക് ഇതിനുള്ള ആൻസറായി. ഓക്കെ, അപ്പം 7A ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എക്സ്പ്ലെയിൻ 3 ടൈപ്സ് ഓഫ് സിമെന്റ് വിത്ത് ഇറ്റ്സ് കമ്പോസിഷൻ ആൻഡ് യൂസേഴ്സ്. അപ്പോൾ 3 ടൈപ്സ് ഓഫ് സിമെന്റ് നമ്മൾ എഴുതിയാൽ മതി. അപ്പോൾ ഓരോ സിമെന്റ് എഴുതുന്നതിന് എത്ര മാർക്കായിരിക്കും? അറൗണ്ട് 1 മാർക്കായിരിക്കും. ഓക്കെ, അപ്പോൾ കമ്പോസിഷനും എഴുതണം, അതിൻ്റെ യൂസും എഴുതണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എഴുതുന്നു ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ്, മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്ന OPC അല്ലേ. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ്? ലൈംസ്റ്റോണ്, ക്ലേ, ജിപ്സം, ഇതൊക്കെയാണ് അതിൽ മെയിൻലി കോമ്പോണൻസ് ആയിട്ട് വരിക. അതിൽ ലൈംസ്റ്റോൺ എന്ന് പറയുമ്പോൾ കാൽഷ്യം കാർബണേറ്റ് ആണ്, ക്ലേ എന്ന് പറയുമ്പോൾ സിലിക്ക, അലൂമിനിയം ആൻഡ് അയൺ ഓക്സൈഡ് ആയിട്ടാണ്, പിന്നെ ജിപ്സം എന്ന് പറയുമ്പോൾ എന്താ? കാൽഷ്യം സൾഫേറ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഈ OPC ഏതാ വൈഡ്ലി യൂസ് ചെയ്യുന്ന? റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലും കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിലും ഇൻഡസ്ട്രിയൽ ബിൽഡിങ്ങിൻ്റെ ഒക്കെ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യും. ഓക്കെ, പിന്നെ റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് RCCയിലെ സ്ട്രക്ചറുകളായ ബീം, കോളം, സ്ലാബ്, ബ്രിഡ്ജ്, ഇതിൻ്റെയൊക്കെ കൺസ്ട്രക്ഷന് നമ്മൾ ഈ OPC യൂസ് ചെയ്യും, ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് യൂസ് ചെയ്യും. പിന്നെ വോൾസ് പ്ലാസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മോട്ടാറിൽ ബൈൻഡിങ് മെറ്റീരിയലായിട്ട് ബ്രിക്ക് ലേയിങ്ങിനൊക്കെ നമ്മൾ ഇതിനെ യൂസ് ചെയ്യും. ഓക്കെ, ഇനി വേറൊരു ടൈപ്പ് ഓഫ് സിമെന്റ് ആണ് പോർട്ട്ലാൻഡ് പൊസോളന സിമെന്റ്. അപ്പോൾ ഈ പോർട്ട്ലാൻഡ് പൊസോളന സിമെന്റ് എന്ന് പറയുമ്പോഴത്തേനും ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റിന്റെ ക്ലിങ്കേഴ്സ് തന്നെയാണ് അതിൽ മെയിൻലി വരുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ ബേസ് മെറ്റീരിയൽ എന്ന് പറയുന്നത് OPC തന്നെയാണ്. പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ എന്തുകൂടെ ആഡ് ചെയ്യും? പൊസോളനിക് മെറ്റീരിയൽസ് ആഡ് ചെയ്യും. ഈ പൊസോളനിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അറൌണ്ട് 20 to 30% ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പോർട്ട്ലാൻഡ് പൊസോളന സിമെന്റ് കിട്ടുന്നത്. അപ്പോൾ എന്തൊക്കെ പൊസോളനിക് മെറ്റീരിയൽസ് ആണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നത്? ഒന്നുകിൽ ഫ്ലൈ ആഷ് ആയിരിക്കും, അല്ലെങ്കിൽ വോൾക്കാനിക് ആഷ് ആയിരിക്കും, അല്ലെങ്കിൽ സിലിക്ക ഫ്യൂംസ്, ഇതുപോലുള്ള ഏതെങ്കിലും ഒരു പൊസോളനിക് മെറ്റീരിയൽ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് പോർട്ട്ലാൻഡ് പൊസോളന സിമെന്റ് കിട്ടുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ ജിപ്സ് ആഡ് ചെയ്യുന്നുണ്ട്. എന്തിനാ? നമുക്ക് സെറ്റിംഗ് ടൈം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്.
ഇനി ഈ പോർട്ട്ലാൻഡ് പൊസോളന സിമെന്റിന്റെ യൂസസ് ഇമ്പോർട്ടൻ്റ്. ഓക്കെ, എന്താ നമുക്ക് മറൈൻ ആൻഡ് ഹൈഡ്രോളിക് സ്ട്രക്ചറുകളിൽ ഇത് യൂസ് ചെയ്യും. ഓക്കെ, അതായത് നമുക്ക് വാട്ടറുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന അല്ലെ സോൾട്ട് കോൺസെൻട്രേഷൻ വരുന്ന, ഓക്കെ, അപ്പം വാട്ടറുമായിട്ട് കോണ്ടാക്ട് വരുന്ന സ്ട്രക്ചറുകൾ ഏതൊക്കെയാണ്? ഡാമുകൾ, ബ്രിഡ്ജുകൾ, വല്ല ഏതെങ്കിലും മറൈൻ സ്ട്രക്ചറുകൾ, അതിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻ നമുക്ക് ഇത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മാസ് കോൺക്രീറ്റിംഗ് വർക്ക്സ്, അതായത് ഡാം, റീറ്റെയിനിങ് വോൾസ്, ഓക്കെ, ഇതിലൊക്കെ യൂസ് ചെയ്യാം. എന്തുകൊണ്ടാണ് ഈ മാസ് കോൺക്രീറ്റിംഗ് വർക്ക്സിൽ യൂസ് ചെയ്യുന്നത്? അതിൽ ഹൈ ഹീറ്റ് ജനറേഷൻ പോസിബിൾ അല്ലേ, ഒത്തിരി കോൺക്രീറ്റ് വരുമ്പോൾ ഒത്തിരി ഹീറ്റ് ഉണ്ടാവും. പക്ഷേ ഇതിൽ എന്താ ഈ പൊസോളന കുറച്ചും ഒരു 20 to 30% ഉള്ളതുകൊണ്ട് തന്നെ സാധാരണ OPC-നെക്കാട്ടിലും അല്ലെങ്കിൽ വേറെ സിമെന്റുകളെക്കാട്ടിലും ഹീറ്റ് ജനറേഷൻ അല്ലെങ്കിൽ ലിബറേഷൻ കുറവായിരിക്കും. അപ്പോൾ ലോ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ കാരണം ഇതിനെ നമുക്ക് മാസ് കോൺക്രീറ്റിംഗ് വർക്കുകളിലും യൂസ് ചെയ്യാം. പിന്നെ ബ്ലെൻഡഡ് സിമെന്റ് പ്രൊഡക്ട്സ്, ഓക്കെ, അതായത് നമുക്ക് വേരിയസ് കൺസ്ട്രക്ഷൻ നീഡ്സിന് വേണ്ടിയിട്ടുള്ള ബ്ലെൻഡഡ് ആയിട്ടുള്ള സിമെന്റിന്റെ പ്രൊഡക്റ്റുകളിൽ നമുക്ക് ഇതിനെ ഈ പോർട്ട്ലാൻഡ് പൊസോളന സിമെന്റിനെ യൂസ് ചെയ്യാം. ഇനി അടുത്താണ് റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ്. ഓക്കെ, റാപ്പിഡ് ഹാർഡനിങ് സിമെന്റിൽ നമുക്ക് എന്താണ് അതിന്റെ കോമ്പോസിഷനിലെ ലൈം കണ്ടന്റ് വളരെ കൂടുതലായിരിക്കും. പെട്ടെന്ന് ഹാർഡൻ ചെയ്യണ്ടേ, അപ്പോൾ ലൈം കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? പെട്ടെന്ന് ഹാർഡൻ ചെയ്യും. ഇതിന്റെ ക്ലിങ്കേഴ്സ് എന്ന് പറയുന്നത് ഫൈൻലി ഗ്രൗണ്ട് ആയിരിക്കും. സാധാരണ ക്ലിങ്കറുകളെക്കാട്ടിലും അല്ലെങ്കിൽ ആ മെറ്റീരിയൽസിനെക്കാട്ടിലും നന്നായിട്ട് ഫൈനായിട്ട് ഗ്രൗണ്ട് ചെയ്യും. അപ്പോൾ എന്താ, അപ്പോൾ മോർ ഫൈൻ ആകുമ്പോഴത്തേനും പെട്ടെന്ന് റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ, അതായത് പെട്ടെന്ന് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യും. പിന്നെ നമ്മൾ സെറ്റിംഗ് ടൈം റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇതിൽ ജിപ്സം ആഡ് ചെയ്യാറുണ്ട്. ഇനി റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് എന്തിലേക്ക് യൂസ് ചെയ്യുന്നത്? റോഡ് റിപ്പയറിന് യൂസ് ചെയ്യും. ഓക്കെ, റോഡ്, ഹൈവേ, റെയിൽവേ ഒക്കെ എന്താ പെട്ടെന്ന് റിപ്പയർ ചെയ്ത് നമുക്ക് പിന്നെ വർക്കിംഗ് അതായത് അതിൻ്റെ അകത്തൂടെ വെഹിക്കിൾസ് ഓടണം, ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ആ കൺസ്ട്രക്ഷൻ തീർക്കണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ എന്താ പ്രീകാസ്റ്റ് കോൺക്രീറ്റ് പ്രൊഡക്റ്റുകൾ, അതായത് പൈപ്പ്, ബ്ലോക്ക്, റെയിൽവേ സ്ലീപ്പർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാനല്, അപ്പം ക്വിക്കായിട്ട് സ്ട്രെങ്ത് ഗെയിൻ ചെയ്യേണ്ട സാധനങ്ങളിലൊക്കെ നമുക്ക് ഇവനെ യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ പറഞ്ഞു കോൾഡ് വെതർ കൺസ്ട്രക്ഷൻ അല്ലേ, കോൾഡ് ക്ലൈമറ്റിൽ നമുക്ക് യൂസ് ചെയ്യാം. എന്താ റാപ്പിഡ് ഗെയിൻ ഉണ്ട്. അപ്പോൾ അതായത് ഒത്തിരി അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കോൾഡ് വെതറൊക്കെ ആണെങ്കിൽ സെറ്റ് ആവാനൊക്കെ സമയം കൂടുതലെടുക്കും. അപ്പോൾ കോൾഡ് വെതർ കോൺക്രീറ്റിങ്ങിലും ഇവനെ നമുക്ക് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ഈ 3 എഴുതിയാൽ 3 മാർക്കിനുള്ള ഏകദേശം ആവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യന് 7B ആണ്. Explain any 4 tests for proper quality control of bricks. ഓക്കെ, അപ്പം നമ്മൾ ക്വാളിറ്റി കൺട്രോൾ ഓഫ് ബ്രിക്കിന് ചെയ്യുന്ന ടെസ്റ്റുകൾ 4 ടെസ്റ്റ് എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ടെസ്റ്റിനും അറൗണ്ട് 1.5 മാർക്ക് വീതമായിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പം ക്വാളിറ്റി കൺട്രോൾ ഓഫ് ബ്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, അതൊരു നമ്മൾ ബ്രിക്സിൽ ചെയ്യുന്ന ക്വാളിറ്റി ടെസ്റ്റുകളാണ്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് ക്വാളിറ്റി ടെസ്റ്റുകൾ ചെയ്യുന്നത്? നമുക്ക് എൻഷുർ ചെയ്യണം നമ്മുടെ ബ്രിക്ക് റിക്വയർഡ് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ടോ, ഓക്കെ, അത് കൺസ്ട്രക്ഷന് സ്യൂട്ടബിൾ ആണോ എന്ന് നമുക്ക് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്വാളിറ്റി ചെക്സ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്ന 4 കോമൺ ടെസ്റ്റുകളാണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഒന്നാമതാണ് കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റ് എന്ന് പറയും. കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റ് നമ്മൾ കോൺക്രീറ്റിലും ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താ ചെയ്യുന്നത്? കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റ് നമ്മൾ ബ്രിക്സിൽ ചെയ്യുവാണെങ്കിൽ അവൻ്റെ ലോഡ് ബിയറിംഗ് കപ്പാസിറ്റി, ആ ബ്രിക്കിന് എത്ര ലോഡ് ക്യാരി ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലാകും. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ബ്രിക്ക് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീൻ്റെ പ്ലേറ്റ്സ് ഉണ്ട്, അതിനിടയിൽ ഇവനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കംപ്രഷൻ ഗ്രാജുവലി കംപ്രസീവ് ലോഡ് ഗ്രാജുവലി അപ്ലൈ ചെയ്യും. എവിടം വരെ അപ്ലൈ ചെയ്യും? ഈ ബ്രിക്ക് ഏത് പോയിന്റിലാണോ ബ്രേക്ക് ചെയ്യുന്നത് ആ പോയിന്റ് വരെ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യും. എന്നിട്ട് ആ ബ്രേക്ക് ചെയ്യുന്ന ലോഡാണ് നമ്മൾ കംപ്രസീവ് സ്ട്രെങ്ത് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ആ കംപ്രസീവ് സ്ട്രെങ്ത് ഡിവൈഡഡ് ബൈ മാക്സിമം ഏരിയ, ലോഡഡ് ഏരിയ എടുത്തു കഴിയുമ്പോൾ നമുക്ക് സ്ട്രെങ്ത് Nm/mm² നമുക്ക് എന്ത് കിട്ടും? സ്ട്രെങ്ത് കിട്ടും. ഈ കംപ്രസീവ് ലോഡ് ഇത് ഫെയിലിയർ ആകാൻ എടുക്കുന്ന ലോഡ് ഡിവൈഡ് ബൈ ദാറ്റ് ഏരിയ കിട്ടുമ്പോൾ നമുക്ക് ബ്രിക്കിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് നമുക്ക് കിട്ടും. ഓക്കെ, അടുത്തൊരു ടെസ്റ്റ് എന്ന് പറയുന്നത് വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത് ബ്രിക്ക് പോറസ് ആണോ, അതിന്റെ വാട്ടർ അബ്സോർപ്ഷൻ കപ്പാസിറ്റി എത്രയാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റിൽ നമ്മൾ ഈ ബ്രിക്കിനെ എന്ത് ചെയ്യും? ഒരു ഓവനിൽ ഡ്രൈ ചെയ്തെടുക്കും. ആ ഓവൻ സെറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ 105 to 110 degree Celsius ആയിരിക്കും. ആ ഒരു കോൺസ്റ്റന്റ് വെയിറ്റ് അച്ചീവ് ചെയ്യുന്നത് വരെ നമ്മൾ അവനെ ഡ്രൈ ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ ഡ്രൈ ബ്രിക്കിനെ നമ്മൾ 24 hours വാട്ടറിൽ ഇമേഴ്സ് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് ആ ബ്രിക്കിനെ നമ്മൾ എന്ത് ചെയ്യും? ആ വാട്ടറിൽ നിന്ന് റിമൂവ് ചെയ്ത് എക്സസ് വാട്ടറൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ അഗെയിൻ വെയ് ചെയ്ത് നോക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? എത്ര വാട്ടർ ഇവൻ അബ്സോർബ് ചെയ്തു എന്നുള്ളത് നമ്മൾ പെർസെൻറ്റേജ് ഓഫ് ഡ്രൈ വെയിറ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് നമ്മൾ വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതും ബ്രിക്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റാണ്.
ഇനി അടുത്തതെന്ന് പറയുന്നത് എഫ്ലോറസെൻസ് ടെസ്റ്റ് ആണ്. എഫ്ലോറസെൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം എഫ്ലോറസെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? വി ആർ ചെക്കിംഗ് ദ പ്രസൻസ് ഓഫ് സോല്യൂബിൾ സോൾസ് ഇൻ ബ്രിക്ക്. ബ്രിക്ക് നമ്മൾ ക്ലേയും എർത്ത് മെറ്റീരിയൽസും ഒക്കെ കൊണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ എന്ത് കാണാം? സോല്യൂബിൾ ആയിട്ടുള്ള സോൾസ് കാണാം. ഈ സോല്യൂബിൾ സോൾസ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നതാണ് എഫ്ലോറസെൻസ് ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ എഫ്ലോറസെൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ബ്രിക്കിന്റെ പുറത്ത് നോക്കിയാൽ വൈറ്റ് പാച്ചസ് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിലെങ്ങനെ നമ്മൾ ചെയ്യുക? നമുക്ക് ബ്രിക്കിനെ ഒരു ഷാലോ ഡിഷിൽ, അതായത് ഡിസ്റ്റിൽഡ് വാട്ടർ ഉള്ള ഒരു ഷാലോ ഡിഷിൽ അറൗണ്ട് എന്താ ഡെപ്ത്, വാട്ടർ ഡെപ്ത് ഒരു 25 mm വരത്തക്ക വിധത്തിൽ ബ്രിക്കിനെ നമ്മൾ പ്ലേസ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ആ വാട്ടറിനെ അലോ ചെയ്യും, എന്താ അബ്സോർബ് ചെയ്ത് ഇവാപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ ആ വാട്ടറിനെ അലോ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പ്രോസസ്സ് 2 or 3 സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? ബ്രിക്കിനെ നമ്മൾ ഒബ്സർവ് ചെയ്യും, അതിലെന്തെങ്കിലും വൈറ്റ് പാച്ചസ് ഉണ്ടോ. ഓക്കെ, വൈറ്റ് പാച്ചസ് ഉണ്ടെങ്കിൽ എന്താണ്? എഫ്ലോറസെൻസ് ഉണ്ട്. വൈറ്റ് പാച്ചസ് ഇല്ലെങ്കിൽ എന്താ? എഫ്ലോറസെൻസ് ഇല്ലാണ്. അല്ലെങ്കിൽ ഇതിനിടയിലാണെങ്കിൽ സ്ലൈറ്റ്, മോഡറേറ്റ്, ഹെവി എഫ്ലോറസെൻസ് അല്ലെങ്കിൽ വെരി സീരിയസ് എഫ്ലോറസെൻസ് എന്നൊക്കെ നമുക്ക് റിസൾട്ട് പറയാൻ സാധിക്കും. ഓക്കെ, അടുത്തൊരു ടെസ്റ്റ് ആണ് ഹാർഡ്നെസ് ടെസ്റ്റ്. ഹാർഡ്നെസ് ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് സൈറ്റിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റ്. ഹാർഡ്നെസ് ടെസ്റ്റ് ഓഫ് ബ്രിക്ക് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഓഫ് അബ്രാഷൻ. നമ്മളൊരു ചെറിയൊരു റബ്ബിംഗ് ആക്ഷൻ കൊടുക്കുമ്പോൾ അവന് എത്ര റെസിസ്റ്റൻസ് ഉണ്ട് അബ്രാഷനെതിരെ. ഓക്കെ, അപ്പം നമ്മൾ ഇതിൽ എന്ത് ചെയ്യുക? ഈ ബ്രിക്കിന്റെ സർഫസിൽ നമ്മളൊന്ന് സ്ക്രാച്ച് ചെയ്യുക. ചിലപ്പം ഷാർപ്പ് ടൂൾ വെച്ചിട്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ഫിംഗർ നെയിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രാച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രിക്കിന്റെ സർഫസിൽ ഇംപ്രഷൻ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ബ്രിക്കിന് ഫെയർലി ഗുഡ് ഹാർഡ്നെസ് ആണ് ഉള്ളതെന്ന് പറയാം. ഓക്കെ, അപ്പം നമുക്ക് ഈ ടെസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? കൺസ്ട്രക്ഷൻ ഒരു ഹൈ ക്വാളിറ്റി ഡ്യൂറബിൾ ആയിട്ടുള്ള അല്ലെ ഫിറ്റ് ആയിട്ടുള്ള ഈ ബ്രിക്കുകളെ സൈറ്റിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ടെസ്റ്റ്, ഈ ഹാർഡ്നെസ് ടെസ്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലിസ്റ്റ് ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ബിൽഡിംഗ് സ്റ്റോൺ. ബിൽഡിംഗ് സ്റ്റോൺസ് നമ്മൾ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്തില്ലേ, അതിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമ്മളപ്പോൾ ഒരു ഗുഡ് ബിൽഡിംഗ് സ്റ്റോൺ എടുക്കുമ്പം നമ്മൾ ഓവറോൾ ആയിട്ട് അതിൻ്റെ ക്വാളിറ്റീസ് ചെക്ക് ചെയ്യും അല്ലേ. ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഡ്യൂറബിൾ ആണോ, സ്ട്രെങ്ത് ഉണ്ടോ, ഓവറോൾ പെർഫോമൻസ് എങ്ങനെയാണെന്നൊക്കെ ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പോഴത്തേനും ഇതിനകത്ത് വരുന്ന ഒരു ക്വാളിറ്റിയാണ് എന്ത്? അതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് അതിൻ്റെ സ്ട്രെങ്ത് എങ്ങനെ ആയിരിക്കണം? അതിന് വിത്ത്സ്റ്റാൻഡ്, ആ ലോഡ് വരുന്നുണ്ട് അല്ലേ, അതിനകത്ത് ഈ സ്റ്റോണിലോട്ട് ഒരു ലോഡ് വരും. ഓക്കെ, അപ്പോൾ ആ ലോഡിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന വിധമുള്ളൊരു സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം. പിന്നെ അത് ഡ്യൂറബിൾ ആയിരിക്കണം. ഓക്കെ, ഡ്യൂറബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു റെസിസ്റ്റ് സം ഫോം ഓഫ് വെതറിങ് അല്ലെങ്കിൽ കെമിക്കൽ ആക്ഷൻ. അതൊരു ലോങ് ടൈമിന് ഡ്യൂറബിൾ ആയിട്ട് ഇരിക്കണം. പിന്നെ വേറെ അതിൻ്റെ ഹാർഡ്നെസ് ആണ്. അതായത് വിയർ ആൻഡ് ടിയർ ഉണ്ടായാലും ഹാർഡായിട്ടിരിക്കണം, അബ്രാഷൻ ഒന്നും ഉണ്ടാവാൻ പാടില്ല. പിന്നെ അടുത്ത് നമ്മൾ ടഫ് ആയിരിക്കണം, അതായത് ഇമ്പാക്റ്റോ അല്ലെങ്കിൽ വൈബ്രേഷനെ ഒക്കെ താങ്ങാനും മാത്രം എന്തായിരിക്കണം? ടഫ് ആയിരിക്കണം. വേറൊന്ന് സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. സ്പെസിഫിക് ഗ്രാവിറ്റി എന്താ കാണിക്കുന്നത്? അത് ഡെൻസർ ആണോ സ്ട്രോങ്ങർ ആണോ എന്നൊക്കെയാണ് സ്പെസിഫിക് ഗ്രാവിറ്റി കാണിക്കുന്നത്. നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി എടുക്കുമ്പോൾ ഡെൻസിറ്റി ഓഫ് എ മെറ്റീരിയൽ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോഴത്തേനും നമ്മൾ വാട്ടറിന്റെ ഡെൻസിറ്റിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇവന്റെ എല്ലാം സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്നത്. സ്പെസിഫിക് ഗ്രാവിറ്റി ഒരു ഇൻഡെക്സ് അല്ലേ, നമ്മുടെ എത്ര ഡെൻസർ ആണ്, ഇത് എത്ര സ്ട്രോങ്ങർ ആണെന്നുള്ള ഇൻഡെക്സ് ആണ് ഇത് കാണിക്കുന്നത്. അടുത്തത് പൊറോസിറ്റി ആൻഡ് അബ്സോർപ്ഷൻ ആണ്. അപ്പം നമ്മുടെ സ്റ്റോണിന് എന്തായിരിക്കണം? ലോ പൊറോസിറ്റി ആയിരിക്കണം, അല്ലെങ്കിൽ അതിനകത്തോടെ വെള്ളമൊക്കെ കയറിപ്പോകും അല്ലേ. അതുപോലെ തന്നെ അബ്സോർപ്ഷനും കുറവായിരിക്കണം. അതായത് ഫ്രോസ്റ്റ് ആക്ഷൻ, അതായത് ഈ ഐസൊക്കെ സോൾഡിഫൈ ചെയ്തു പോകുന്ന ഫ്രോസ്റ്റ് ആക്ഷൻ ഒന്നും ഇതിലുണ്ടാവാൻ പാടില്ല, വെതറിങ് ഉണ്ടാവാൻ പാടില്ല. അതുപോലെ പോറസോ അല്ലെങ്കിൽ ഒത്തിരി അബ്സോർപ്ഷൻ ഉള്ളതുമായിട്ടുള്ള സ്റ്റോൺസും നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല. അടുത്തെന്ന് പറഞ്ഞാൽ ഇവൻ്റെ അപ്പിയറൻസ് ആണ്. ഒരു പ്ലീസിങ് അപ്പിയറൻസ് വേണം. അതിൻ്റെ കളർ യൂണിഫോം ആൻഡ് ടെക്സ്ചർ ഒക്കെ യൂണിഫോം ആയിരിക്കണം. നമ്മൾ ബിൽഡിംഗ് സ്റ്റോൺസ് നോക്കുമ്പം ലൈറ്റ് ഗ്രേ കളർ ഉള്ളതാണെങ്കിൽ അത് പെട്ടെന്ന് അത്ര സ്ട്രോങ് അല്ല. ലൈറ്റ് ഗ്രേ ഒക്കെ ആണെങ്കിൽ അത് കുറച്ചുകൂടെ നല്ല ഡാർക്ക് കളറുകൾ, ഓക്കെ, ഡാർക്ക് ഷെയ്ഡ്സ്, അത്യാവശ്യം ഡാർക്ക് ഗ്രേ അല്ലെങ്കിൽ ഒരു ബ്ലാക്കിനോട് അടുത്തിട്ട് വരുന്ന കളറുകളൊക്കെയാണ് അത്യാവശ്യം സ്ട്രോങ് ബ്രിക്ക്. ഓക്കെ, ഇനി അടുത്ത സ്ട്രോങ് സ്റ്റോണാണ്. അടുത്ത വർക്കബിലിറ്റി, അതായത് ആ സ്റ്റോണും കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റണം, അതിനെ അപ്രോപ്രിയേറ്റ് ആയിട്ട് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് ഡ്രസ് ചെയ്യാനൊക്കെ പറ്റണം. പിന്നെ ഇത് ഫയർ റെസിസ്റ്റൻസ് ആയിരിക്കണം അല്ലേ, നല്ല ഫയർ റെസിസ്റ്റൻസ്. സ്റ്റോൺ ഓൾറെഡി അത്യാവശ്യം ഗുഡ് ഫയർ റെസിസ്റ്റൻസ് ഉള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ്. ഇനി അടുത്തത് കോസ്റ്റ്, അതായത് കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കണം, നമുക്ക് റെഡിലി നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ക്വാളിറ്റീസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഗുഡ് ബിൽഡിംഗ് സ്റ്റോണിന് നമ്മൾ എൻഷുർ ചെയ്യണം നമ്മൾ കൺസ്ട്രക്ഷന് യൂസ് ചെയ്യുന്നതിന് മുമ്പ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ വൺ ടെസ്റ്റ് ഈച്ച് ഓൺ ഫ്രഷ് ആൻഡ് ഹാർഡൻഡ് കോൺക്രീറ്റ്.
കോൺക്രീറ്റ്. അപ്പം നമ്മൾ ഒരു ഫ്രഷ് കോൺക്രീറ്റിൽ ചെയ്യുന്ന ടെസ്റ്റിനെ പറ്റിയിട്ടും ഒരു ഹാർഡ് ആൻഡ് കോൺക്രീറ്റിൽ ചെയ്യുന്ന ടെസ്റ്റിനെ പറ്റിയിട്ടും എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് സ്ലം ടെസ്റ്റ്, ഫ്രഷ് കോൺക്രീറ്റിൽ യൂസ് ചെയ്യുന്ന സ്ലം ടെസ്റ്റിനെ പറ്റിയിട്ട് പറയാം. അപ്പോൾ ഈ സ്ലം ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് കോൺക്രീറ്റിൻ്റെ വർക്കബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ കൺസിസ്റ്റൻസി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫ്രഷ് കോൺക്രീറ്റിൻ്റെ വർക്കബിലിറ്റി അല്ലെങ്കിൽ കൺസിസ്റ്റൻസി മെഷർ ചെയ്യും. അപ്പോൾ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ലം കോണാണ്. സ്ലം കോൺ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രസ്റ്റം ഓഫ് കോൺ പോലെ ഇരിക്കും അല്ലേ. അപ്പോൾ അതിനകത്തൊരു ടാമ്പിംഗ് റോഡ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഒരു ഫ്ലാറ്റ് സർഫസ് ഈ കോൺ വെക്കാനുള്ളത് വേണം. ഇത്ര എക്യുപ്മെന്റ്സ് ആണ് നമുക്ക് വേണ്ടത്. പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ഈ സ്ലം കോണിൽ ഫ്രഷ് കോൺക്രീറ്റ് 3 layers ആയിട്ട് ഫില്ല് ചെയ്യും. ഈച്ച് ലെയർ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 1/3 ഹൈറ്റ് ഓഫ് ദാറ്റ് കോൺ ആയിരിക്കും. എന്നിട്ട് ഓരോ ലെയറിനെ നമ്മൾ 25 ടൈംസ് ടാമ്പ് ചെയ്ത് കഴിഞ്ഞിട്ട്, ടാമ്പ് ചെയ്യുന്ന എന്തിനാ, എയർ പോക്കറ്റ്സ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കോൺ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ കെയർഫുള്ളി നമ്മൾ ഇതിനെ വെർട്ടിക്കലി അപ്വേർഡ് ലിഫ്റ്റ് ചെയ്യുമ്പോഴത്തേനും കോൺക്രീറ്റ് എന്ത് ചെയ്യും, ആ ഇരുന്ന പൊസിഷനിൽ നിന്ന് സെറ്റിൽ ചെയ്യും. എന്നിട്ട് നമ്മൾ വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, അതായത് ടോപ്പ് ഓഫ് കോണിന് എത്ര ഇവൻ സെറ്റിൽ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതാണ് നമ്മൾ സ്ലം വാല്യൂ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ലം വാല്യൂ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നമ്മുടെ കോൺക്രീറ്റ് മിക്സിന്റെ കൺസിസ്റ്റൻസിയെ ഇൻഡിക്കേറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ സ്ലംബ് വളരെ കൂടുതലാണെങ്കിൽ നമ്മുടെ ഈ നമ്മുടെ കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഫ്ലൂയിഡി ആണ്, അല്ലെങ്കിൽ അല്ലാണ്ട് വർക്കബിൾ ആയിട്ടുള്ള കോൺക്രീറ്റ് ആണ്. ഇപ്പോൾ സ്ലംബ് വളരെ കുറവാണെങ്കിൽ അതൊരു സ്റ്റിഫർ മിക്സ് ആണെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, പിന്നെ നമുക്ക് ഇതിൽ പറയാൻ പറ്റുന്നത് ഇതൊരു കോമൺ ടെസ്റ്റ് ആണ്. കൺസിസ്റ്റൻസി മെഷർ ചെയ്യും, ലബോറട്ടറിയിലോ സൈറ്റിലോ ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ ഒത്തിരി വെറ്റായിട്ടല്ലേ, ഒത്തിരി ഡ്രൈ ആയിട്ടുള്ള ഒത്തിരി സ്റ്റിഫ് മിക്സസിനൊന്നും ഇത് പറ്റത്തില്ല. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ നമ്മുടെ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു വർക്കബിലിറ്റിയിലുള്ള മെഷറൊന്നും നമുക്ക് ഇതിൽ പറ്റത്തില്ല. പിന്നെ സ്ലം കോണിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് അറൌണ്ട് 16 mm ആയിരിക്കും. റോഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ റോഡിന്റെ ഡയമീറ്റർ അറൌണ്ട് 16 mm ആണ്. പിന്നെ ഇവന്റെ ലെങ്ത് എന്ന് പറയുന്നത് അറൌണ്ട് 60 cm ആണ്. നമ്മൾ 20 to 30 അറൌണ്ട് 25 ആണ് നമ്മൾ ഇതിനകത്ത് എത്ര സ്ട്രോക്സ് കൊടുക്കും എന്നുള്ളത്. ഇതാണ് ആ കോണിന്റെ ഡയമെൻഷൻസ് ഒക്കെ. 100 ആയും 200 ആയ ബോട്ടത്തിലും പിന്നെ 2 കോളർ പോലുള്ള സാധനമുണ്ട്. അത് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണെന്ന് പറയുന്നുണ്ട്. ടോട്ടൽ ഡെപ്ത് അറൌണ്ട് 30 cm ആണ്. ഓക്കെ, അറൌണ്ട് 1.6 mm തിക്കുള്ള പ്ലേറ്റ് വെച്ചിട്ടാണ് ഇവൻ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഈ ടോപ്പ് ലെയറിൽ എത്ര സബ്സിഡൻസ് ഉണ്ടായി അതാണ് നമ്മൾ സ്ലംബായിട്ട് മെഷർ ചെയ്യുന്നത്. ഇനി ഈ സ്ലംബിന്റെ വാല്യൂ നമുക്ക് ഓരോരോ കോൺക്രീറ്റുകൾക്കും, റോഡ് കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്ന കോൺക്രീറ്റിന് ഒരു വാല്യൂ ഉണ്ട്, ഒരു ഡിസൈറബിൾ വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ റെക്കമെൻഡബിൾ വാല്യൂ ഉണ്ട്. ബീംസിന് സ്ലാബ്സിന് റെക്കമെൻഡഡ് വാല്യൂ 50 to 100 ആണ്. നോർമൽ RCC വർക്കിന് 80 to 150, മാസ് കോൺക്രീറ്റ് വർക്കിന് 2 to 50, വൈബ്രേറ്റ് ചെയ്യേണ്ട കോൺക്രീറ്റിന് സ്ലം വാല്യൂ 10 to 25, ആൻഡ് അടുത്തത് ഇംപെർമിയബിൾ വർക്ക് ആണെങ്കിൽ അറൌണ്ട് 75 to 120 സ്ലംബ് നമുക്ക് പെർമിസിബിൾ ആണ്, അല്ലെങ്കിൽ റെക്കമെൻഡഡ് ആണ്. ഓക്കെ, അടുത്തത് നമ്മൾ ഹാർഡൻഡ് കോൺക്രീറ്റിൽ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് എന്ത്, കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റാണ്. ഓക്കെ, ഹാർഡൻഡ് കോൺക്രീറ്റിൽ ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്താ റെസിസ്റ്റ് ചെയ്യുക, എന്താണ് നമ്മൾ മെഷർ ചെയ്യുക, ഈ കോൺക്രീറ്റിൻ്റെ എബിലിറ്റി, അതായത് ലോഡിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള എബിലിറ്റി. ഓക്കെ, അതാണ് നമ്മളിതിൽ മെഷർ ചെയ്യാം. നമുക്ക് കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീൻ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ വേണം. പിന്നെ അതിന് വേണ്ട സ്പെസിമെൻ, ക്യൂബുകൾ അല്ലെങ്കിൽ ക്യൂബുകളാണ് മെയിൻലി എടുക്കുന്നത്. ഓക്കെ, ക്യൂബുകളൊക്കെ നമുക്ക് വേണം. ഓക്കെ, ഇനി പ്രൊസീജിയർ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഈ കോൺക്രീറ്റ് സ്പെസിമെൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിനെ ക്യൂർ ചെയ്യും. അറൌണ്ട് 28 days നമ്മൾ അതിനെ ക്യൂർ ചെയ്യും, വെള്ളത്തിൽ മുക്കി വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, സ്പെസിമെനെ കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീനിൽ കൊണ്ടുവച്ച് കഴിഞ്ഞിട്ട് ലോഡ് ഗ്രാജുവലി അപ്ലൈ ചെയ്യും. നമ്മൾ നേരത്തെ ബ്രിക്ക് ഫെയിൽ ചെയ്യുന്ന കാര്യം പറഞ്ഞില്ല, അതുപോലെ ഈ സ്പെസിമെൻ ഫെയിൽ ആകുന്നത് വരെ. അത് നമുക്ക് എത്ര മാക്സിമം ലോഡ് അപ്ലൈ ചെയ്തു നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കംപ്രസീവ് സ്ട്രെങ്ത് കിട്ടാനും നമുക്ക് ആ മാക്സിമം ലോഡിനെ അവൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒന്നിൽ Newton/mm²ായിരിക്കും, അന്നേരം നമുക്ക് മെഗാപാസ്കലിലായിരിക്കും നമുക്ക് ഈ കംപ്രസീവ് സ്ട്രെങ്ത് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീനിലുള്ള ആ മോൾഡ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അതിനകത്ത് ക്യൂബിൻ്റെ സൈസ് അറൌണ്ട് 150 mm ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീന്. സ്പെസിമെനെ നമ്മൾ 28 daysലാണ് ക്യൂർ ചെയ്യേണ്ടത്. കണ്ടിന്യൂസ് ക്യൂറിങ് ആയിരിക്കണം അത്. ഓക്കെ, ഇനി ചില നമ്മുടെ നാട്ടിലല്ല വെളിയിലൊക്കെ സിലിണ്ടർ സ്ട്രെങ്തും ഇതിന് ഈ കംപ്രഷൻ ടെസ്റ്റിന് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ സിലിണ്ടർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവൻ്റെ ഡയമീറ്റർ 150ഉം ഹൈറ്റ് 300ഉം ആയിരിക്കണം. പിന്നെ ഈ ക്യൂബ് സ്ട്രെങ്തും നമ്മുടെ ഈ എന്താണ് ഈ ക്യൂബ് സ്ട്രെങ്തും സിലിണ്ടർ സ്ട്രെങ്തും തമ്മിലുള്ള അതായത് ഒരു ഇതുണ്ട്, റിലേഷൻ ഉണ്ട്. അതെന്ന് പറയുന്നത് ക്യൂബിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 1.25 times സിലിണ്ടർ സ്ട്രെങ്ത് ആയിരിക്കും. ഓക്കെ, അതാണ് വേറൊരു റിലേഷൻ. ഇനി അടുത്തത് നമുക്ക് ഓരോ സമയമാകുമ്പോൾ, അതായത് 1 day, 3 days, 7 days, 14 days, 20 days ആകുമ്പോൾ കംപ്രസീവ് സ്ട്രെങ്ത് എത്ര അച്ചീവ് ചെയ്യും. ഫസ്റ്റ് ഡേയിൽ അറൌണ്ട് 16% സ്ട്രെങ്തും, തേർഡ് ഡേ ആകുമ്പോൾ അറൌണ്ട് 40% സ്ട്രെങ്തും, 7 day ആകുമ്പോൾ അറൌണ്ട് 65%, 14 days അറൌണ്ട് 90%, ആൻഡ് 28 days ആകുമ്പോൾ അറൌണ്ട് 99% ഓഫ് സ്ട്രെങ്ത്
സ്ട്രെങ്തും ആ കംപ്രസീവ് സ്ട്രെങ്തും കോൺക്രീറ്റ് അറ്റൈൻ ചെയ്തിട്ടുണ്ടാവും. അടുത്തതെന്ന് പറയുന്നത് ഓരോ ഗ്രേഡ് ഈ കംപ്രസീവ് സ്ട്രെങ്ത് അനുസരിച്ചിട്ട് നമ്മുടെ കംപ്രസീവ് സ്ട്രെങ്ത് നമ്മൾ റെപ്രസെന്റ് ചെയ്യും 7 ഡേയ്സിൽ 28 ഡേയ്സിലൊക്കെ. അപ്പോൾ ആ 28 ഡേയ്സിലുള്ള കംപ്രസീവ് സ്ട്രെങ്ത് അനുസരിച്ചിട്ട് നമ്മൾ കോൺക്രീറ്റിന് ഓരോരോ ഗ്രേഡ് കൊടുത്തിട്ടുണ്ട്. 15, 20, 25, 30, 35, 40, 45. ഓക്കെ, അവരുടെ കംപ്രസീവ് സ്ട്രെങ്തും 7 ഡേയ്സ് കംപ്രസീവ് സ്ട്രെങ്തും ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതിയാലും മതിയാവും. എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ആൻസർ ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.